ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK-ൽ നിന്നും അജി ബ്രദറും കുടുംബവും ചേർന്നാണ്. തങ്ങളുടെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആണ് മെയ് 16. അഞ്ചലോസ് മോന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ വിഷസുകൾ ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോൻ. ദൈവം ഏറ്റവും അധികം അനുഗ്രഹിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. എല്ലാ നിലയിലും ദൈവം സഹായിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ആഞ്ചലോസ് ഗീവർഗീസ് അജിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അജിബ്രനെയും കുടുംബത്തെയും ആ ദേശത്തിൽ ദൈവം മാനിക്കേണ്ടതിനായിട്ട് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. പ്രിയരെ, ഈ കുടുംബമാണ് ഇന്ന് ഈ എപ്പിസോഡിന് വേണ്ടി സഹായിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. വലിയൊരു അത്ഭുതം കാണുവാൻ, ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് ഞാൻ അതേപോലെ വിശ്വസിക്കുകയാണ്. എൻ്റെ യേശു വാക്ക് മാറാത്തവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഞ്ചലോസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ബർത്ത്ഡേ മുതൽ ഈ കുടുംബത്തിനകത്ത് അസാധാരണമായ ഫേവറുകൾ തുറന്നു വരട്ടെ, ദൈവപ്രവർത്തികൾ തുറന്നു വരട്ടെ. കർത്താവെ, അത്ഭുതകരമായി കുടുംബത്തെ മുൻപോട്ട് നടത്തണമേ. പ്രത്യേകിച്ച് അജിബ്രനായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഒരു ഉയർച്ച കൊടുക്കണം അപ്പ. പ്രിയ സിസ്റ്ററിനായിട്ട് പുതിയ ജോലിയുടെ വാതിൽ തുറക്കണം. മകളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കുടുംബത്തെ മാനിക്കണം. അത്ഭുതം ചെയ്ത ദൈവത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അനേകരെ അങ്ങ് തുടരണമേ അപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമാണ്. തമ്പുരാൻ്റെ തിരുവചനം നിങ്ങളോട് ഇടപെടുന്നു എങ്കിൽ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ വചനവും ജീവനും ആത്മാവും ഉള്ളതാണ്. ഈ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം നിങ്ങളുടെ പാതകളെ തുറക്കും. ഒന്നുകൂടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുൾ ചെയ്തു. ഈ വചനം കൂടെ നമ്മോട് ഇടപെടുമ്പോൾ നാം ഒരു കാര്യം ഉറപ്പിക്കുക, വചനത്തിനകത്ത് ജീവിക്കുന്നതിന് വേണ്ടി വചനം നിവർത്തീകരിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. കാരണം നാം കേൾക്കുന്ന ഈ വചനം ദൈവമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആഴം. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അയക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവപ്രവൃത്തി ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്ത്, കർത്താവേ, അങ്ങേക്ക് തുല്യനായി വേറെ ആരുമില്ലല്ലോ. ആ നിലയിൽ ഞങ്ങൾ ഈ വചനത്തിനകത്തോട്ട് അടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ സീസണുകൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഇന്ന് നാം വചന ധ്യാനത്തിലൂടെ ചിന്തിക്കുന്നത് സീസണുകളെ മാറ്റുന്ന ദൈവം എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളുകൾ കരഞ്ഞുകൊണ്ടിരുന്നിടത്ത്, നാളുകൾ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ ഒരു സ്പർശനം സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം കരം പിടിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ, തിമായുടെ മകനായ ഭർത്തിമായി എത്ര നാൾ യാചകന്റെ രൂപത്തിൽ ആ വഴിവക്കത്തിരുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തമ്പുരാൻ അവനെ വിളിക്കാൻ പറയുകയാണ്. ആ സെക്കൻഡ് മുതൽ അവൻ്റെ സീസൺ മാറുകയാണ്. അവൻ നിന്ദിക്കപ്പെട്ടവനാണ്, അവൻ ഒറ്റപ്പെട്ടവനാണ്, അവൻ എതിർപ്പുകൾ നേരിട്ടവനാണ്. പക്ഷെ തമ്പുരാൻ അതിൻ്റെ നടുവിൽ അവനെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനയുടെയും വിഷമത്തിൻ്റെയും നടുവിൽ തമ്പുരാന്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും സീസണുകളെ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു.
പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നിന്റെ സീസണ് ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ടൈമിന് മാറ്റാൻ കഴിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് നിന്റെ ടൈമായി തീരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു അപ്പോയിൻമെന്റ് ടൈം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ ഒരു ജോലിക്ക് ശ്രമിച്ച ചില വ്യക്തികൾക്ക് വേണ്ടി ഇതാ ഒരു അപ്പോയിൻമെന്റ് ടൈം വരികയാണ്. ദിസ് ഈസ് യുവർ ടൈം റൈറ്റ് നൗ. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വയ്ക്കുന്ന ഒരു സമയം, ഒരു സീസണിലേക്ക് നീ കയറാൻ പോവുകയാണ്. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 126 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയാണ്, കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചാട്ടെ. കണ്ണുനീരിൻ്റെ കാലം ഇതാ തീരുകയാണ്. ആർപ്പിൻ്റെ, ഉല്ലാസത്തിൻ്റെ ഒരു സീസൺ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നു. കാരണം നീ വിതച്ചത്, നീ പ്രാർത്ഥിച്ചത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഈ മിനിറ്റ് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാട്ടെ. ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തോ ഒന്ന് ഇപ്പോൾ ചലിക്കാൻ തുടങ്ങും. ഞാനത് വിശ്വസിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റാൻ പറ്റും. രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ എത്ര വലിയ നിലയിൽ ജീവിച്ചവനും എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസിന്റെ സമയത്തിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും, ഒരു താഴ്വരയുടെ അനുഭവത്തിനകത്ത്. പക്ഷെ ഒരു ദൈവവൈതലിന്റെ പ്രത്യേകത ഞാൻ പറയാം, ആ താഴ്വരയുടെ അനുഭവത്തിനകത്തും അവൻ അതിനെ ചേഞ്ച് ചെയ്യാൻ തക്കവണ്ണം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ ഇതിൻ്റെ ഒരു ആഴം നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവനാണ്. 2, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കാരണം ഇതൊരു കാലമാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നവരോട് ഞാനൊരു പദം ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഇതാ ജ്ഞാനിയിൽ ജ്ഞാനി പറയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ടൈം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, പ്രത്യേകിച്ച് UK കാനഡയോ ഓസ്ട്രേലിയയിലോ ഒക്കെ കടന്നു പോകുന്നവർക്കറിയാം, സീസണുകൾ മാറുന്നത് കാണാം. പ്രത്യേകിച്ച് ഭയങ്കര മഞ്ഞ് പെയ്യുന്ന സീസണുകൾ വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, ഇതേപോലെ എൻ്റെ ദൈവം സമയത്തെ തിരിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും വേനലും വർഷവും ഇതൊന്നും നിന്നു പോകത്തില്ല. ഈ ഭൂമിയുള്ള കാലത്തോളം ഇതൊന്നും നിന്നു പോകത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം ഒരു സീസൺ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊന്ന് പറയട്ടെ, ദൈവത്തെ അറിയാൻ ഒരു കാലമുണ്ട് കേട്ടോ. ദൈവത്തെ അറിയാനായിട്ടൊന്ന് പൂർണ്ണമായി തീരുമാനമെടുത്താൽ നിന്റെ സീസൺ മാറാൻ പോവുകയാണ്. ഏതൊക്കെയോ മേഖലകളിൽ കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് രക്ഷയുടെ സ്വാതന്ത്ര്യം നീ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയട്ടെ, ഇസ്രായേൽ മക്കൾക്ക് 430 വർഷം അടിമത്വത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ ദൈവം വിടുവിച്ചിട്ട് ചെങ്കടലിലൂടെ അക്കരെ കയറ്റുമ്പോൾ ആ സമയം മുതൽ ഫറവോൻ ആ ചെങ്കടലിൽ അവസാനിക്കുകയാണ്. അന്നു മുതൽ അവർ അടിമകളല്ല, അന്നു മുതൽ അവർ അവകാശികളാണ്. ഈ ആരംഭത്തിൽ തന്നെ ഒരു പ്രവാചക ശബ്ദത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ചിലവർ ഇന്നു മുതൽ അടിമത്വത്തിൽ ജീവിക്കത്തില്ല. ദൈവത്തിൻ്റെ കരം ചിലവരെ മേളിൽ വരികയാണ്. ചിലവരെ കർത്താവ് സ്പർശിക്കാൻ പോകുന്നു. നീ അവകാശത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. നാളുകൾ കേസും വഴക്കും കോടതിയൊക്കെ ആയിട്ട് നടന്നവൻ്റെ മേളിൽ അത്ഭുതകരമായൊരു തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ അത്ഭുത തിരിവിൻ്റെ സമയമാണിത്. നിന്റെ ജീവിതത്തിനകത്തൊരു ഉണർവ് സംഭവിക്കാൻ പോവുകയാണ്. തമ്പുരാൻ ആ തിരിവിനെ നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ ഒന്നുകൂടെ ആഴം പറയട്ടെ, ചെങ്കടൽ കയറിയ ഇസ്രായേൽ മക്കൾ തപ്പെടുത്തു നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്നലകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ഫറവോനെ എൻ്റെ ദൈവം പകരം വീട്ടി അവനെയും അവനുള്ളതിനെ മുഴുവൻ ചെങ്കടലിൽ മുക്കുകയാണ്. ഭയങ്കരമായ മറുപടികൾ ഇതാ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെളിപ്പെടുത്തട്ടെ. 430 വർഷം കണ്ണുനീരിലും വേദനയിലും ഇരുട്ടിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇതാ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറിയവരോട് നിങ്ങൾ ചോദിച്ചാൽ പറയും, പകൽ മേഘസ്തംഭമായി
രാത്രി അഗ്നിത്തൂണായി ഒരു പുതിയ സീസൺ ഇത് അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവം അവർക്ക് മുമ്പായി നടക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സീസണ് ഇന്ന് നിങ്ങൾ മുറുകെ പിടിക്കണം. ദൈവത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എത്രവരുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ തലം തുറന്നു വരികയാണ്. ഒന്നുകൊണ്ട് ഒരു വലിയ ആഴം നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുകയാണ്. 104 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയുന്നു. എന്നെ കേൾക്കുന്നവരെ, തമ്പുരാൻ എന്തിനു വേണ്ടിയാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, അവൻ കാലനിർണയത്തിന് വേണ്ടിയാണ് ചന്ദ്രനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആഴം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന കലണ്ടറും നിങ്ങളുടെ കയ്യിൽ ഓടുന്ന വാച്ചുമാണ് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും അവസാനമാകുമ്പോൾ കരഞ്ഞുകൊണ്ട് കടം വാങ്ങിക്കുന്ന ചിലവരെന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലവർ എല്ലാ മാസവും ആശുപത്രി കയറി ഇറങ്ങുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് ചിലവർ പ്രത്യേകമായി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഭയപ്പെടുന്നുണ്ട്. ചില ഡേറ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായി നിങ്ങൾ അടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു പദം നിങ്ങൾക്ക് വേണ്ടി ആഴമായി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സൂര്യനും ചന്ദ്രനും. ഇവിടെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഈ സൂര്യനും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ദൈവം പകൽ വാഴേണ്ടതിന് സൂര്യനെയും രാത്രി വാഴേണ്ടതിന് ചന്ദ്രനെയും ഉണ്ടാക്കിയതായി കാണാൻ പറ്റും. നമുക്ക് 14-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേക്കാം. പകലും രാമും തമ്മിൽ വേർപിരിയാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. അതിന്റെ 19-ാമത്തെ വാക്യം. സന്ധ്യയായി ഉഷസ്സായി 4-ാമത്തെ ദിവസം. ഇതാ സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഉണ്ടാക്കിയത് 4-ാമത്തെ ദിവസമാണ്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണമേ, ഈ സൂര്യന് മുമ്പായി ഭൂമി പ്രകാശിച്ചിരുന്നു. കാരണം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരുന്നു. 2-ാമത്തെ വാക്യം, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനു മീതെ ഇരുളുമായിരുന്നു, എന്നാൽ വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ടെങ്കിൽ, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് മാറാൻ പോവുകയാണ്, പാഴായ അനുഭവങ്ങൾ മാറാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആഴം പറയട്ടെ, ഇതാ 3-ാമത്തെ വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ മേളിൽ ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ടു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം 1-ാമത്തെ ദിവസത്തിന് മുമ്പായി ഇതാ വെളിപ്പെട്ട് വരികയാണ്. ആ വെളിച്ചമാണ് ഭൂമിയെ പ്രകാശിപ്പിച്ചത്. എന്നാൽ 4-ാമത്തെ ദിവസം കാലങ്ങളെയും സംവത്സരങ്ങളെയും സമയത്തെയും തിരിച്ചറിയേണ്ടതിന് വേണ്ടി ആകാശവിധാനത്തിൽ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി. ചന്ദ്രനെയും സൂര്യനെയും ദൈവം സൃഷ്ടിച്ചു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാണ്, ഈ സൂര്യന്റെ കീഴിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ചന്ദ്രന്റെ കീഴിൽ രാത്രികളിൽ ഉറക്കം പോലും ഇല്ലാതെ വേദനയോടെ നിൽക്കുന്ന ചിലരോട് വിളിച്ചു പറയാണ്, ഈ സൂര്യന്റെ കീഴിൽ നാം ജനിച്ച ആ സമയം മുതൽ ഇന്ന് വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 50 വയസ്സുള്ളവരെന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. അറിയാം, ഒന്നുകൂടെ പറഞ്ഞാൽ 20 വയസ്സുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്, 30 വയസ്സുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. എല്ലാവരും വയസ്സിനെ തിരിച്ചറിയുന്നവര് സൂര്യന്റെ കീഴിൽ ജീവിച്ചത് കൊണ്ടാണ്. വർഷങ്ങളും കാലങ്ങളും ഇതാ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, 30 വർഷം പഴക്കമായി. നിങ്ങളൊരു ഭവനം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഇതാ ബാങ്കുകാരോ അല്ലെങ്കിൽ അറിയാവുന്നവരോ വന്നാൽ അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ഈ വീടിന് എത്ര വർഷം പഴക്കമായി എന്ന് പറഞ്ഞാൽ, സൂര്യന്റെ കീഴിൽ എന്ത് വെളിപ്പെട്ടാലും അത് ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ അത് പഴക്കമുള്ളതായി തീരും. ഇന്നും രോഗത്താൽ ഭാരപ്പെടുന്നവർ, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, എല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഭാരത്തിൽ അനുഭവിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, SUN സൺ എന്ന് പറയുന്നതാണ് സൂര്യൻ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, SON സണ്ണിന്റെ കീഴിലോട്ട് നിങ്ങൾ തിരിയാൻ പോവുകയാണ്. ഇതാ ഒരു പുതിയ സീസൺ. 12 വർഷമായ രക്തസാവസ്ത്രിയെ നിങ്ങൾ നോക്കിയാൽ എല്ലാ വൈദ്യന്മാരാലും അവൾ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. അവൾക്കുള്ള സമ്പത്തെല്ലാം ചെലവഴിച്ചിട്ടും അവൾക്ക് ഭേദം വന്നില്ല. എന്നാൽ അവൾ യേശുവിൻ്റെ വാർത്ത കേൾക്കുകയാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവൾ തന്നെ പറയാൻ തുടങ്ങി. ഇതാ എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊട്ടുകൊണ്ട് രക്ഷ പ്രാപിക്കുകയാണ്. 12 വർഷത്തെ പഴക്കം അവളുടെ ജീവിതത്തിൽ പുതുക്കമായി മാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ പറയുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നാൽ എൻ്റെ തമ്പുരാൻ വന്ന് വാക്കുകൾ കൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് എൻ്റെ കർത്താവിൻ്റെ കരവിത നിങ്ങളുടെ മേളിൽ പുതുക്കത്തെ കൊണ്ടുവരാൻ പോകുന്നു. 4-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ച സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കീഴിൽ കരഞ്ഞു തീരും
തീരുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പർശനം നിന്റെ വെളിയിൽ നടക്കാൻ പോവുകയാണ്. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ സൂര്യന് മുമ്പായി വെളിപ്പെട്ട കുഞ്ഞാടിൻ്റെ തേജസ് ഇതാ നിന്റെ വെളിയിൽ പ്രകാശിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ തേജസ് നിന്റെ വെളിയിൽ പ്രകാശിക്കാൻ പോവുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുമ്പോൾ അവിടെ സൂര്യനോ ചന്ദ്രനോ ഇല്ല കേട്ടോ. അവൻ്റെ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയും, അവിടെ രാത്രിയില്ല, അവിടെ ഇരുളില്ല. കുഞ്ഞാട് അതിൻ്റെ വിളക്കായി തീരും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തേജസ് വെളിച്ചത്തെ കൊണ്ടുവരുമെങ്കിൽ ഇതാ കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവ തേജസ്സിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവ മഹത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ആഴം ഇതാ വെളിപ്പെട്ട് വരികയാണ്. കർത്താവിനോട് പറയുന്നു, സൂര്യൻ്റെ കീഴിൽ അനുഭവിച്ച എല്ലാ വിഷമങ്ങളിൽ നിന്നും ഇതാ ഒരു പുതിയ സീസൺ നിന്റെ മുമ്പിൽ തുറന്നു വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലേക്ക്. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. 20-ാമത്തെ വാക്യം, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരുടെ ആഴം പറയാനുണ്ട്. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, രാത്രി നിനക്ക് നിലാവട്ടം തരുന്നു ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമാകാൻ പോവുകയാണ്. നിന്റെ ദുഃഖകാലം തീരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് കർത്താവിനോട് പറഞ്ഞ, കർത്താവെ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങൊന്ന് സ്പർശിക്കണമേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 121-ാം സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങൾ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. 7-ാമത്തെ വാക്യം, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞേ, ഇനി പകൽ നേരത്ത് സൂര്യനോ ചന്ദ്രനോ എന്നെ ബാധിക്കത്തില്ല. കാരണം ഇസ്രായേൽ മക്കളെ നടത്തിയ അതേ സാന്നിധ്യം എൻ്റെ കൂടെ വെളിപ്പെടുകയാണ്. മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ ഇതിനെ സ്വീകരിച്ചോ. ഇന്ന് ഈ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ചിലവരെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കാൻ പോവുകയാണ്. നയിലെ വിധവ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇനി ഏകമകനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ കരഞ്ഞുകൊണ്ടുവരുന്ന സ്ത്രീയെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞ നഷ്ടപ്പെട്ട മകനെ അവൻ മടക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെ ചിലതിനെ മടക്കി തന്നുകൊണ്ടൊരു പുതിയ സീസൺ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ആത്മാവിനെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിക്കുക. ഇനി ഒന്നുകൂടി ഒരു ആഴത്തിലേക്ക് നമ്മൾ വരികയാണ്. ഏതെല്ലാം വിധത്തിലാണ് ഈ സീസണുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നത്? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ മുറുകെ പിടിക്കാൻ തയ്യാറാകുക. പ്രവാചകന്റെ ശബ്ദത്തിന്, പ്രവചനത്തിന് നിന്റെ സീസണുകളെ മാറ്റാൻ പറ്റും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ എലീശ, യഹോവയുടെ അരുൾപ്പാട് കേൾപ്പിൻ, നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിക്കൽ 1 സേയ ഗോതമ്പും ശേക്കലിന് 2 സേയ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതാ പ്രവാചകനായ എലീശ ശമരിയയെ നോക്കി പ്രവചിക്കുകയാണ്. കടുത്ത ക്ഷാമം നിൽക്കുമ്പോൾ പ്രവാചകന്റെ വാക്ക് വെളിപ്പെടുകയാണ്. നാളെ ഈ നേരത്ത് ശമരിയയുടെ സീസൺ മാറാൻ പോകുകയാണ്. ആ ക്ഷാമം നമ്മെ വിട്ടുമാറാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് പ്രവാചക ശബ്ദത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അടഞ്ഞ വഴികളിൽ ചിലവർക്ക് വേണ്ടി പുത്തൻ വാർത്തകളെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ആരൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ സ്വീകരിക്കണം. മുമ്പുള്ളവ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തിന് നിന്റെ ജീവിതത്തിൽ പുതിയ വഴിയെ തുറക്കാൻ പറ്റും. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് പ്രവാചക ശബ്ദത്തിന് പുതിയ സീസണെ തുറക്കാൻ പറ്റുകയാണ്. നിങ്ങൾ നാളുകൾ കരയുന്നവരാണെങ്കിൽ, തലമുറയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, ജോലി ഓർത്ത്, ബിസിനസ്സിനെ ഓർത്ത് കരയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വിളിക്കാൻ മടിക്കരുത്. ഈ കാണുന്ന നമ്പറുകൾ വിളിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും. വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രവാചക ശബ്ദമാണ്, അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിന്റെ മേളിലേക്കും എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് പുതുക്കത്തെ കൊണ്ടുവരും. നീ ഉണർവിലേക്ക് നടക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞത് തുറക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിക്കുക. 1-ാമത്തെ ചിന്ത, ഇതാ പ്രവാചക ശബ്ദത്തിന് നിന്റെ സീസണെ മാറ്റിമറിക്കാൻ കഴിയും. 2-ാമത്തത്, വചനത്തിനകത്ത് നിലനിൽക്കുന്നവന് വേണ്ടി, വചനത്തെ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി സീസണുകൾ മാറിയിരിക്കും. സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളിലേക്ക്.
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 3-ാമത്തെ വാക്യം, അവൻ ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടുകയും അത് രാവും പകലും ധ്യാനിക്കുന്നതിനോട് പറയാനുണ്ട്, നീ ഒരു സീസൺ ചേഞ്ചർ ആയിരിക്കും. കാരണം നിന്നെ കർത്താവ് നട്ടിരിക്കുന്നത് ആറ്റിനരികത്താണ്. തക്ക കാലം അവിടെ കൊടുത്തിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. നിന്റെ വെളിയിൽ വെളിപ്പെടുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് നീ ഉണങ്ങിപ്പോകത്തില്ല കേട്ടോ. വേനൽക്കാലം നിന്നെ തൊടത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നയാളാണ്. നീ ചെയ്യുന്നതൊക്കെ സാധിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ആത്മാവിൽ സ്വീകരിച്ച്, കർത്താവെ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുകയാണ്. ഒരു വാക്യം കൂടെ, യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങി അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഈ വചന പശ്ചാത്തലം എല്ലാവർക്കും സുപരിചിതമാണ്. ഇതാ പ്രവാചകനെ ദൈവം അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അവിടെ ഉണങ്ങിയ അസ്ഥികൾ ആ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു. എന്നാൽ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ മറുപടി പറയുന്നു, അങ്ങ് അറിയുന്നു. ആ നിലയിൽ നിൽക്കുമ്പോൾ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കേണ്ടത് യഹോവയുടെ വചനം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം അസ്ഥി താഴ്വരയിൽ നിന്ന് അസ്ഥികളെ സൈന്യമാക്കി മാറ്റുകയാണ്. ജീവിതത്തിനകത്ത് ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നും ആ രോഗം നിന്നെ അവസാനിപ്പിക്കുമെന്നും ജീവിതത്തിനകത്ത് ആ കടബാധ്യത നിന്നെ തീർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നിൽ പുതിയ വഴി വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിന്നിൽ പുതിയ ജീവൻ വെളിപ്പെട്ട് വരികയാണ്. പുതിയ തലങ്ങൾ ഇതാ തുറന്നു വരുന്നു. ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കുക. ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടാൻ തയ്യാറാക്കുക. ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുന്നവൻ ഒരു സീസൺ ചേഞ്ചർ ആയിരിക്കും. അടുത്തൊരു ഭാഗത്തിലോട്ട് വരികയാണ്. 3-ാമത്തെ ചിന്ത, പ്രാർത്ഥിക്കുന്നവൻ സീസണുകളെ മാറ്റിയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. 24-ാമത്തെ വാക്യം, അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവുവോളം അവനോട് മല്ല് പിടിച്ചു. ഈ 2 വാക്യങ്ങൾ നോക്കുമ്പോൾ യാക്കോബ് തീരുമാനത്തോടെ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം താൻ തനിയെ ശേഷിക്കുകയാണ്. ആ മിനിറ്റ് മുതൽ ഒരു പുരുഷനുമായി യാക്കോബ് മല്ല് പിടിക്കുകയാണ്. മല്ല് പിടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുനീരിൽ പ്രാർത്ഥിക്കുകയാണ്. 27-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇതാ ഉഷസായ സമയത്ത് ആ പുരുഷൻ അല്ലെങ്കിൽ ദൂതൻ അവനോട് പറയാണ്, നിന്റെ പേരെന്താണ്? യാക്കോബ് എന്ന് അവൻ മറുപടി പറയാണ്. 28-ാമത്തെ വാക്യം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മല്ലുപിടിക്കുന്നവരോട് എനിക്കൊരാഴം പറയാനുണ്ട്. നീ സീസൺ ചേഞ്ചറാണ്. നിന്റെ ജീവിതത്തിനകത്ത് സീസണെ മാറ്റിമറിക്കാൻ പറ്റും. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഉബായി എന്നാണ്. ആ പേരിന് ഒറ്റ രാത്രി കൊണ്ട് യാക്കോബ് മാറ്റി എഴുതുകയാണ്. ഇസ്രയേൽ എന്ന അനുഗ്രഹത്തിന്റെ പേരിലേക്ക് ദൈവം അവനെ മാറ്റിമറിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവനോട്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിനോട് ദൈവത്തിന് പറയാറുണ്ട്, നീ ഒരു സീസൺ ചേഞ്ചറാണ്. നിന്റെ ജീവിതത്തിനകത്ത് അർഹിക്കാത്തത് എന്തോ എന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. 4-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നിങ്ങളുടെ സീസണിനെ മാറ്റിമറിക്കാൻ കഴിയും. യേശുവിന്റെ മരണശേഷം ശിഷ്യന്മാർ ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിലാണ്. എന്നാൽ അവരുടെ മേളിൽ ഒരു വാഗ്ദത്തം വെളിപ്പെട്ടു. അവർ വാഗ്ദത്തത്തിന് വേണ്ടി മാളിക റൂമിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 10-ാമത്തെ ദിവസം ഇതാ വാഗ്ദത്തം അവരുടെ നടുവിൽ ഇറങ്ങി വരുന്നു. അവരിരുന്ന വീട് മുഴുവൻ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേളിൽ തീനാളം പോലുള്ള നാവുകളിൽ പ്രത്യക്ഷമായി. അവർ ആ സമയം മുതൽ പട്ടണത്തെ പിടിക്കുന്നവരായി. അവരെ വിളിച്ച വിളിപ്പേരെന്ന് പറയുന്നത് വഴിയടഞ്ഞവരെന്നല്ല, ഇനി ആരെ സഹായിക്കാനില്ല എന്നുള്ളതല്ല, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ സീസൺ ഇതാ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് വിശ്വസിക്കാൻ പറ്റും? യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. ഈ വചനത്തിനകത്ത് പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. അതിന്റെ 8-9 വാക്യങ്ങളിലൂടെ, അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. 9-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഈ 9-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കുമെന്നും
ഒരു തൈ പോലെ തളർവിടുമെന്നുള്ളത് വ്യക്തമാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേളിൽ വന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തതൊന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധ്യതകൾ സാധ്യമാകാൻ പോകുന്നു. അവസാനത്തെ ഒറ്റ ഭാഗം കൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ദൂതന്മാർക്ക് നിങ്ങളുടെ സീസണുകളെ മാറ്റിമറിക്കാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് അവർ അടിമത്വത്തിൽ നിന്നവരാണ്. എന്നാൽ അവരെ ചെങ്കടലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന ദൂതൻ ഇതാ പിൻപിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ ദൂതൻ ഇതാ ചലിക്കുന്നത് കാണാൻ പറ്റും. 19 വാക്യത്തിലേക്ക്, അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിൻപിലേക്ക് പോയി നിന്നു. 20 വാക്യം കൂടെ, രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്ന ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കേണ്ടതിനായിട്ട്. ജീവിതത്തിനകത്ത് പോരാട്ടമെന്നും പ്രശ്നമെന്നും പറയുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നില്ലേ? കയ്യിൽ വരുന്ന സമ്പത്തെല്ലാം ചോർന്നു പോകുന്ന പോലെ പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ വഴി അടയ്ക്കാൻ, മിസ്രയീമിന്റെ ശക്തിയെ അടയ്ക്കാൻ, ഇതാ നിന്റെ ഭയത്തെ അടയ്ക്കാൻ മുമ്പിൽ നിന്ന് ദൂതൻ ഇതാ പിന്നിലോട്ടൊന്ന് വരിക. നിനക്കും ശത്രുവിനും തമ്മിൽ അടുക്കാതെ വണ്ണം ഒരു പുതിയ സീസൺ വെളിപ്പെടുന്നു. ശത്രുവിന് രാത്രിയിൽ മേഘവും അന്ധകാരവുമായിരിക്കും, നിനക്കോ രാത്രിയും കൂടെ ദൈവം പ്രകാശമാക്കുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്നതിനുണ്ടോ? സീസണുകൾ മാറിയിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു. യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും. ഇതാ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ പോകുന്നു. ഒരു പുതിയ സീസൺ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വിളിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കല്യാണത്തിനായിട്ട് 2 വർഷമായിട്ട് ആലോചനകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒട്ടും നടക്കുന്നില്ല. വലിയ പ്രയാസത്തോടുകൂടി ഞങ്ങളിവിടെ 3 ആഴ്ച പ്രെയറിന് വന്നായിരുന്നു. ആ 3-ാമത്തെ ആഴ്ചയിൽ തന്നെ പാസ്റ്റർ പറഞ്ഞ് മോക്ക് കല്യാണം മാർച്ചിൽ തന്നെ നടക്കുമെന്ന്. അതുപോലെ മാർച്ച് 3-ാം തീയതി കർത്താവ് വലിയ അത്ഭുതം ചെയ്യും. സന്തോഷമായിട്ടിരിക്കുന്നവർ സുമി കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3 ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു ഈ സഹോദരിയും മകളും. 3-ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് ഈ മകളോട് പറഞ്ഞു, ഈ മാർച്ചിൽ കല്യാണം നടക്കുമെന്ന്. 2 വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്തത് കർത്താവ് അത്ഭുതകരമായി 3 ആഴ്ചകൾ കൊണ്ട് അത്ഭുതമായി വഴി തുറന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധനയിലും ഇതേപോലെ വിടുതലുകൾ സംഭവിക്കും. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈ സമയത്ത് തമ്പുരാൻ ചിലവരെ തൊടുവല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സീസണുകൾ തുറക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകൾ സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവേ, ഇവരെ അങ്ങ് സ്പർശിച്ചതിനായി നന്ദി. ഇവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ വാതിലുകൾ തുറന്നിരിക്കുന്നല്ലോ. തമ്പുരാന്റെ വലിയ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു. കണ്ണുനീര് തീരുകയാണ്. പുതിയ തലങ്ങൾ തുറന്നു വരുന്നു. സന്തോഷത്തിന്റെ, ആർപ്പിന്റെ, ഉല്ലാസത്തിന്റെ ഒരു സീസൺ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം തുറക്കണമേ. അപ്പ കടബാധ്യതകൾ നീക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കാൻ പറ്റുന്നവർ വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മഹത്വം വെളിപ്പെട്ടു വരും. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന ഒരു സീസൺ വെളിപ്പെടുകയാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.